Students, we will class price elasticity of demand methods measure. First, we will method percentage method. Next, measurement of elasticity along a linear demand curve. A linear demand curve elasticity of demand measure. We have already linear demand curve. The P and Q graph A is equal to Q is equal to A minus BP equation already പിന്നെ ഈ Q is equal to A minus BP P എന്ന് പറയുന്നത് ഒരു സ്ലോപ്പിനെയാണ് എന്ത് ചെയ്യുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത്. B എന്ന് പറയുന്നത് ഒരു സ്ലോപ്പാണ്. ഓക്കെ, ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ എന്താ ഡെൽറ്റ P അല്ലേ. ഇത് ഡെൽറ്റ Qവും ഇതെന്താ ഡെൽറ്റ Pയും. അപ്പോൾ മൈനസ് B എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ചേഞ്ച് ഇൻ അല്ലേ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസിനാണ് എന്ത് ചെയ്യുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് B minus B is equal to നമുക്ക് എന്തെന്ന് അസ്യൂം ചെയ്യാം ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ P. P എന്ന് പറയുന്നത് സ്ലോപ്പായിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ പെർസെൻറ്റേജ് മെത്തേഡിൽ ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ P ഇൻറ്റു P ബൈ Q എന്നുള്ളൊരു ഇക്വേഷനാണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ. എന്താണ് ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ P ഇൻറ്റു P ബൈ Q. ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ P എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്താ മൈനസ് ബി ആണ് അല്ലേ. ഡെൽറ്റ Q ഡിവൈഡ് ബൈ ഡെൽറ്റ P എന്ന് പറയുന്നത് മൈനസ് ബി ആണ്. മൈനസ് ബി ഇൻറ്റു പി. Q എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലീനിയർ ഡിമാൻഡ് കർവിൽ നിന്ന് നമുക്ക് ആ ഇക്വേഷൻ എടുത്ത് എഴുതാം. Q is equal to എന്താ A minus BP. എന്താ Q is equal to എന്താ A minus BP എന്നുള്ളൊരു ഇക്വേഷനോട് നമ്മൾ എന്ത് ചെയ്തു ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ത് വന്നു ലീനിയർ ഡിമാൻഡ് കർവ് വഴി E is equal to minus BP divided by A minus BP എന്നൊരു ഇക്വേഷൻ എന്ത് ചെയ്തു ഫോം ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ എൻ്റെ ബേസിൽ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ബേസിൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് E is equal to minus BP by A minus BP. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഇക്വേഷൻ എങ്ങനെ വന്നതെന്ന് ഞാനൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. ഈ ഇക്വേഷനാണ് നമുക്ക് പഠിച്ചു വെക്കേണ്ടത്. ഇനി നമുക്ക് ഈ നമ്മൾ പറഞ്ഞ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മൈനസ് ബി പി ബൈ എ മൈനസ് ബി പി വരുമ്പോൾ നമ്മുടെ ലീനിയർ ഡിമാൻഡ് കർവിൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എവിടെയൊക്കെയാണ് ചേഞ്ചസ് വരുന്നതെന്ന് നോക്കാം. ഇതാണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിന് എവിടെയൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ എവിടെയൊക്കെ ആയിരിക്കും നമുക്ക് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിന് ചേഞ്ചസ് വരുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ എന്താ പറഞ്ഞേക്കുന്ന ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് 0 വരുന്നത് പഠിച്ചു, ഇൻഫിനിറ്റി വരുന്നത് പഠിച്ചു അല്ലേ. P is greater than Q വരുമ്പോൾ E less than 1 വരുന്നത് പഠിച്ചു, E greater than 1 വരുന്നത് പഠിച്ചു. അപ്പോൾ അതൊരു നമുക്കൊരു ലീനിയർ ഡിമാൻഡ് കർവിൽ നമുക്ക് അതെങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് Pയും ഇതെന്താ Qവും ആണെങ്കിൽ നമുക്ക് ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഇത് A ഇവിടുത്തെ കോൺസ്റ്റന്റ് നമ്മളെന്താ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എയും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്തായിട്ടും അസ്യൂം ചെയ്യാം A ബൈ B ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു അസ്യൂം ചെയ്തുവെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് E is equal to എന്തായിരിക്കും ഇൻഫിനിറ്റി ആയിരിക്കും. പിന്നെ കുറച്ച് മാറി E is greater than 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മിഡിൽ പോർഷനിലാണ് E is equal to 1 എന്ന് വരുന്നത്. എന്താ ഈ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ മിഡിൽ പോർഷനാണ് E is equal to എന്താ 1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് താഴത്തെ സെഗ്മെന്റിൽ E എന്തായിരിക്കും is less than 1. ഇവിടെ E എന്തായിരിക്കും is equal to എന്താ 0. അപ്പോൾ E is equal to 1ൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നത് E is equal to 1ൻ്റെ ബിലോ ദ ലൈനിൽ E is less than 1ഉം E is equal to എന്താ 0യും വരുന്നത്. E is equal to 1ൻ്റെ എബോവ് ദ ലൈൻ അതായത് E is equal to 1ന് മുകളിലോട്ട് പോകുന്തോറും ഈയുടെ വാല്യൂ എന്തായി വരും കൂടി വരും. E is greater than 1ഉം ഈ അവിടെ എവിടെ വരെ അത് ചേഞ്ചസ് ഉണ്ടാകാം ഇൻഫിനിറ്റി വരെ ചേഞ്ചസ് ഉണ്ടാകാം. അതായത് ഇവിടെ 1 to ഇൻഫിനിറ്റി വരെ ഇൻക്രീസ് ചെയ്യും, 1 to ഇൻഫിനിറ്റി വരെ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും. ഇവിടെ 1 to 0 വരെ എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും. അപ്പോൾ E is equal to 1 എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് അല്ലേ. അപ്പോൾ അതിന് താഴെയാണെങ്കിൽ ഈയുടെ വാല്യൂ എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യുകയും E is equal to 1ന് മുകളിലാണെങ്കിൽ ഈയുടെ വാല്യൂ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഇതിന് രണ്ട് സെഗ്മെന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലോവർ സെഗ്മെന്റും അപ്പർ സെഗ്മെന്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. E is equal to എന്തെന്ന് എഴുതാം ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം അപ്പർ സെഗ്മെന്റ് എന്ന് എഴുതാം. എന്താണ് ലോവർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ റീജിയനും അപ്പർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഏത് റീജിയനാണ് മുകളിലത്തെ റീജിയനുമായിരിക്കും. മനസ്സിലായോ? ലോവർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ റീജിയൻ 1 to 0 അല്ലെ ഡിക്രീസ് ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് പറയുന്നു ലോവർ സെഗ്മെന്റ് എന്ന് പറയുന്നു.
ഈസ് ഈസ് ഈക്വൽ ടു 1 താഴേക്ക് വരികയാണെങ്കിൽ ആ റീജിയൻ എന്തായിരിക്കും ലോവർ സെഗ്മെന്റും ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 വരുവാണെങ്കിൽ അതിനെ എന്തെന്നും പറയുന്നു അപ്പർ സെഗ്മെന്റ് എന്നും പറയുന്നു. എന്തെന്ന് പറയുന്നു അപ്പർ സെഗ്മെന്റ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ എന്താണ് അപ്പർ സെഗ്മെന്റ്. എന്താണ് ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് ആണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈസ് ഈക്വൽ ടു 1 താഴെ വരികയാണെങ്കിൽ ലോവർ സെഗ്മെന്റും ഈസ് ഈക്വൽ ടു 1 മുകളിൽ വരുവാണെങ്കിൽ അതെന്തായിരിക്കും അപ്പർ സെഗ്മെന്റും ആയിരിക്കും. അപ്പർ സെഗ്മെന്റിൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് വാല്യൂ 1 to ഇൻഫിനിറ്റി വരെ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ലോവർ സെഗ്മെന്റിൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് വാല്യൂ 1 to 0 വരെ എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൽ കുറച്ച് പീക്കും വാല്യൂ ഓഫ് ഇലാസ്റ്റിറ്റി അതായത് ഇയുടെ വാല്യൂവിന് ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ ടിയുടെയും ക്യൂവിൻ്റെയും വാല്യൂസിന് എന്തൊക്കെ ചേഞ്ചസ് വരുമെന്ന് ഈ എന്ത് ചെയ്യുന്നുണ്ട് കോളത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാമോ? എന്താ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈ 0 ആകുന്ന കേസിൽ അതായത് ഈ 0 ആകുന്ന കേസിൽ പ്രൈസ് എന്തായിരിക്കും 0 ആയിരിക്കും. എന്തായിരിക്കും ഈ 0 ആകുന്ന കേസിൽ എന്ത് 0 ആയിരിക്കും പ്രൈസ് 0 ആയിരിക്കും. ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് ഈ ഇൻഫിനിറ്റി വരുന്ന കേസിൽ എന്തായിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത് ലീനിയർ ഡിമാൻഡ് കർവ് എവിടെ ടച്ച് ചെയ്യും y ആക്സിസിൽ ടച്ച് ചെയ്യും. അപ്പോൾ ഈ 0 ആകുന്ന കേസിൽ y x ആക്സിസിൽ ടച്ച് ചെയ്യും. പിയുടെ വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. ബട്ട് ഈ ഇൻഫിനിറ്റി വരുന്ന കേസിൽ എന്ത് ചെയ്യുന്നു എവിടെ ടച്ച് ചെയ്യുന്നു y ആക്സിസിൽ ടച്ച് ചെയ്യുകയും ചെയ്യും. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത് ഇലാസ്റ്റിറ്റി അറ്റ് മിഡ് പോയിന്റ് ഓഫ് ദ ലീനിയർ കർവ് വുഡ് ബി എന്താ 1. ഈയുടെ വാല്യൂ എത്രയായിരിക്കും മിഡ് പോയിന്റ് ആയിരിക്കും എന്താ 1 എന്ന് പറയുന്നത്. അതായത് മിഡ് പോയിന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ലോവർ സെഗ്മെന്റും അപ്പർ സെഗ്മെന്റും. ആ മിഡ് പോയിന്റിന് താഴെ വരികയാണെങ്കിൽ ലോവർ സെഗ്മെന്റും മിഡ് പോയിന്റിന് മുകളിൽ വരുവാണെങ്കിൽ അതെന്തായിരിക്കും അപ്പർ സെഗ്മെന്റും ആയിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി നമുക്ക് ഇതിനകത്തൊരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ 2.13 ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. ഈ ലീനിയർ ഡിമാൻഡ് കർവ് ഇക്വേഷൻ എന്താണ് ഈസ് ഈക്വൽ ടു -bp ബൈ അല്ലേ എന്താ a മൈനസ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സാമ്പിൾ 2.13 കൊടുത്തേക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇഫ് പ്രൈസ് ഇൻ ദ ലീനിയർ ഡിമാൻഡ് കർവ് Q ഈസ് ഈക്വൽ ടു നമ്മുടെ a മൈനസ് ബി പി എന്ന് പറയുന്നത് പോലെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 20 മൈനസ് എന്താ 2p എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. എന്താ Q ഈസ് ഈക്വൽ ടു a മൈനസ് ബി പി ആണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ 20 മൈനസ് 2p എന്നാണ് ഇക്വേഷൻ. അവിടെ പ്രൈസ് തന്നിട്ടുള്ളത് p എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത് p ഈസ് ഈക്വൽ ടു ₹5. എന്താണ് പിയുടെ പ്രൈസ് എത്രയാണെന്ന് വയ്ക്കുന്നത് 5 rupees ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഫൈൻഡ് ചെയ്യേണ്ടത് ഇ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇങ്ങനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ പ്രൈസും തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും -bp ഡിവൈഡഡ് ബൈ a മൈനസ് ബി പി. എന്താണ് -bp ഡിവൈഡഡ് ബൈ എന്താ a മൈനസ് ബി പി. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എപ്പോഴാണ് ചൂസ് ചെയ്യേണ്ടത്? നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ a മൈനസ് ബി പി എന്ന ഫോമിലൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. പ്രൈസ് 5 rupees തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ -bp ഡിവൈഡഡ് ബൈ എന്താ a മൈനസ് ബി പി. -bp ഇവിടെ -b എന്ന് പറയുന്നത് എത്രയാ -b ഈസ് ഈക്വൽ ടു എന്താ -2 അല്ലേ. ബി ഇവിടെ എത്രയാ 2 അല്ലേ. ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ എത്രയാ 2ഉം എയുടെ വാല്യൂ എത്രയാ 20യുമാണ് വരുന്നത്. എത്രയാ എയുടെ വാല്യൂ 20യും ബിയുടെ വാല്യൂ എത്രയാ 2ഉം. നമുക്ക് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. മൈനസ് ഇൻറ്റു അല്ലേ ബിയുടെ വാല്യൂ നമുക്ക് എത്ര തന്നേക്കുന്നത് -2 ആണ് അല്ലേ. ബി ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ 2 ഇൻറ്റു പി എത്രയാ 5 ഡിവൈഡഡ് ബൈ a മൈനസ് ബി പി എന്ന് പറയുമ്പോൾ എന്താ 20 മൈനസ് ബിയുടെ വാല്യൂ എത്രയാ 2 ഇൻറ്റു 5 ആണ് പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു -10 ഡിവൈഡഡ് ബൈ 20 മൈനസ് എത്രയാ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു -10 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു എത്ര വന്നു -1. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എത്ര വന്നു -1 എന്ന് വന്നു. ഇതാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ലെസ് ദാൻ 1 ആണ്. എന്താണ് ഇയുടെ വാല്യൂ -1 ആണെങ്കിൽ എന്തായിരിക്കും ലെസ് ദാൻ 1 ആയിരിക്കും. ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളതല്ല, ജസ്റ്റ് നമുക്ക് അപ്പർ സെഗ്മെന്റിന്റെ ലോവർ സെഗ്മെന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല കേട്ടോ. നെക്സ്റ്റ് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ പറയില്ല എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ചെലവ് വഴി നമുക്ക് എങ്ങനെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാം എന്നാണ് പറയുന്നത്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ എന്നാണ്. എന്താണ് ഇ ഈസ് ഈക്വൽ ടു എന്താണ് പി ഇൻറ്റു ക്യൂ.
എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴി ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ പ്രൈസിനെ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫൈൻഡ് ചെയ്യുക ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ. ഓക്കെ, ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ പ്രൈസിൻ്റെ വാല്യൂവും എക്സ്പെൻഡിച്ചറും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. എന്താണ്, പ്രൈസും എക്സ്പെൻഡിച്ചറും കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അനാവശ്യമായി സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, വാങ്ങിച്ച് ചിലവാക്കുന്നു. അതുകൊണ്ടാണ് അത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. പ്രൈസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. ഈ മെത്തേഡിൽ ഇലാസ്റ്റിസിറ്റി എപ്പോഴും ഒന്നുകിൽ മോർ ദാൻ 1 ആകാം, അല്ലെങ്കിൽ 1 ആകാം, അല്ലെങ്കിൽ എന്താകാം, ലെസ് ദാൻ 1 ആകാം. ഒരിക്കലും ഇൻഫിനിറ്റിയോ സീറോയോ ആകില്ല. എന്താണ്, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്താകാം, മോർ ദാൻ 1 ആകാം, ലെസ് ദാൻ 1 ആകാം, ഈക്വൽ ടു 1 ആകാം. സീറോയും ഇൻഫിനിറ്റിയും ആകുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇഫ് പ്രൈസ് ആൻഡ് എക്സ്പെൻഡിച്ചർ മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, എന്താ പറഞ്ഞേക്കുന്നത്, പ്രൈസും എക്സ്പെൻഡിച്ചറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ചിലവ് കൂടുന്നതിനനുസരിച്ച് ക്യാഷ് എന്ത് ചെയ്യുക, കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്യാഷ് കുറയുന്നതിനനുസരിച്ച് ചിലവ് കൂടുകയാണെങ്കിൽ എന്തായിരിക്കും, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരിക്കും, 1 ആയിരിക്കും. എന്താ പറഞ്ഞേക്കുന്നത്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ, എന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചറും പ്രൈസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എത്രയായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്, മോർ ദാൻ 1 ആയിരിക്കും. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈസ് ഈക്വൽ ടു 1 എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഈസ് ഈക്വൽ ടു 1 വരുന്നത് ഏത് കേസിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്, ഈ എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ, ഈ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രൈസ് ആണെങ്കിൽ, അതായത് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ പ്രൈസ് കുറയുകയും എക്സ്പെൻഡിച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് എന്ത് ചെയ്യും, കൂടുകയും ചെയ്യുകയാണെങ്കിൽ ഈയുടെ വാല്യൂ എന്തായിരിക്കും, ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, 1 ആയിരിക്കും. ഈസ് ഗ്രേറ്റർ ദാൻ 1, ഈയുടെ വാല്യൂ എന്തായിരിക്കും, ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. നെക്സ്റ്റ്, പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചറിന് ചേഞ്ചസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ, അതായത് പ്രൈസിന് ചേഞ്ച് ഉണ്ടായി എക്സ്പെൻഡിച്ചറിന് എന്താ ചേഞ്ചസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മളുടെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് 1 വരുന്നത് ഏതാ, എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റും പ്രൈസ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, പ്രൈസ് ചേഞ്ചസ് എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും, കോൺസ്റ്റന്റുമായിരുന്നെങ്കിൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എത്രയായിരിക്കും, 1 ആയിരിക്കും. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എത്രയായിരിക്കും, 1 ആയിരിക്കും. ഇനി പ്രൈസും എക്സ്പെൻഡിച്ചറും സെയിം ഡയറക്ഷനിലാണ്, അതായത് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ പ്രൈസും കൂടുകയാണെങ്കിൽ, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ, എക്സ്പെൻഡിച്ചർ കൂടുകയാണെങ്കിൽ പ്രൈസും എന്ത് ചെയ്തു, കൂടും, ഇൻക്രീസ് ചെയ്തു. എക്സ്പെൻഡിച്ചർ ഡിക്രീസസ്, ദെൻ പ്രൈസ് എന്താ, ഡിക്രീസസ്. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ എന്തായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്, പ്രൈസും എക്സ്പെൻഡിച്ചറും അല്ലേ ലെസ് ദാൻ 1 ആയിരിക്കും. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. ഈസ് എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ 3 കണ്ടീഷൻസ് ആണുള്ളത് നമുക്ക്. ഈസ് ഗ്രേറ്റർ ദാൻ 1 വരുന്നത് എക്സ്പെൻഡിച്ചർ പ്രൈസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആകുമ്പോൾ, അതായത് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ പ്രൈസ് കുറയും, എക്സ്പെൻഡിച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യും, പ്രൈസ് കൂടുകയാണെങ്കിൽ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഈസ് ഈക്വൽ ടു 1 വരുന്നത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുകയും, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. പ്രൈസിന് ചേഞ്ചസ് ഉണ്ടാകുകയാണെങ്കിൽ ഈയുടെ വാല്യൂ എത്രയായിരിക്കും, യൂണിറ്ററി അല്ലെങ്കിൽ 1 ആയിരിക്കും. ഈ എക്സ്പെൻഡിച്ചർ കൂടുകയാണെങ്കിൽ പ്രൈസും കൂടുകയാണെങ്കിൽ ഈസ് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 3 കേസസ് ആണ് നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഫൈൻഡ് ചെയ്യാനുള്ളത്. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമുക്ക് ഇക്വേഷൻ എന്തായിരിക്കും, ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ മെത്തേഡിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ഈസ് ഈക്വൽ ടു എന്താ, പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ്. ഇതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് എല്ലാവരും അത് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു എന്താ, പി ഇൻറ്റു ക്യൂ. ഇത്രയുമേ ഉള്ളൂ. നമ്മളുടെ ഈ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോടൊന്ന് ചോദിക്കുക, വിളിച്ചു ചോദിക്കുക. ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എനിക്ക് നോട്ട്സ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക.